പള്ളിയിലുള്ള നിസ്കാരത്തേക്കാൾ പുണ്യമുള്ളത്. എന്നിട്ട് പറയുന്നു വമിൻഹു തഅലമു, ഇതിൽ നിന്ന് നിനക്ക് മനസ്സിലാക്കാം ഒരു കാര്യം, അന്ന തഹാഫുതൻ നിസാഇ അല സ്വലാത്തി ഫീഹി ലാ സിയമാ ഫീ മൗസിമിൽ ഹജ്ജ്, സ്ത്രീകൾക്ക് ആ മദീനത്തെ പള്ളിയിൽ അതുപോലെ തന്നെ മക്കത്തെ പള്ളിയിലും പ്രത്യേകിച്ച് ഹജ്ജിന്റെ സീസണെങ്കിൽ അവിടെ വെച്ച് നിസ്കരിക്കാനുള്ള വല്ലാത്തൊരു ദുഃഖം തിരക്കും അതിനു വേണ്ടിയുള്ള ഒരു വെമ്പൽ കൊള്ളലുണ്ടല്ലോ, അത് മിമ്മ യദുല്ലു അലാ ജഹ്ലിഹിന്ന ബിശ്ശറഇ, അവർക്ക് വിശുദ്ധ ശറഉമായിട്ടുള്ള അറിവില്ലായ്മയുടെ അടയാളമാണത്. മാത്രമല്ല ഔ ഇസ്തിസ്താരിഹിന്ന ബിഇർഷാദിഹി, വിശുദ്ധ ശറഇന്റെ നിയമങ്ങളെ അവഗണിക്കുന്നതിന്റെ ലക്ഷണമാണത്. ലാ സിയമൻ വൽ കസീറു മിൻഹുന്ന യുഖാലിതുന റിജാല ഹത്താ ഫി ശിദ്ദത്തി സിഹാം, ശക്തമായ ആളു തിരക്കുമൊക്കെയുള്ള സാഹചര്യത്തിൽ അവിടെ തിക്കും തിരക്കും കൂടി ആണും പെണ്ണും കൂടിക്കലരുന്ന രൂപത്തിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യം അവിടങ്ങളിലുണ്ട്. അതിനാൽ മദീനത്തെ പള്ളിയിൽ പ്രത്യേക പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു പോലും സഹോദരിമാർ അവിടെ വരേണ്ടതില്ല. അപ്പറഞ്ഞ പ്രതിഫലം അത് പുരുഷന്മാരെ സംബന്ധിച്ച് മാത്രമാണ്. നാസറുദ്ദീൻ അൽബാനി തൻ്റെ ഹിജാബുൽ മർഅത്തിൽ മുസ്ലിമ എന്ന ഗ്രന്ഥത്തിന്റെ 75-ാമത്തെ പേജിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ അതേ ആശയം തന്നെ ബഹുമാനപ്പെട്ട ഇമാമു ദിംയാത്തി തങ്ങൾ തൻ്റെ അൽ മതുജറുർ റാബിഹ് എന്ന ഗ്രന്ഥത്തിന്റെ 55-ാമത്തെ പേജിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഖദ് സ്വറഹ ഇബ്നു ഖുസൈമ വ ജമാഅത്തും മിനൽ ഉലമ, ഇബ്നു ഖുസൈമ തങ്ങളും ഒരു പറ്റം പണ്ഡിതന്മാരും അവിടെ രേഖപ്പെടുത്തി ബി അന്ന സ്വലാത്തഹ ഫീ ദാരിഹി അഫ്ളലു മിൻ സ്വലാത്തിഹ ഫിൽ മസ്ജിദ്, സ്ത്രീ അവരുടെ വീടകങ്ങളിലെ നിസ്കാരമാണ് പള്ളിയേക്കാൾ നല്ലത്. വ ഇൻ കാന മസ്ജിദ മക്ക അവൽ മദീന ഔ ബൈത്തുൽ മഖ്ദിസ്, മക്കയിലാവട്ടെ മദീനയിലാവട്ടെ ബൈത്തുൽ മഖ്ദിസിലാവട്ടെ അപ്പള്ളികളിൽ പോലും അവിടെയുള്ള പ്രത്യേകമായ സവിശേഷത പുരുഷനാണ്, സ്ത്രീകൾക്കല്ല.